ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളോട് ജഡത്തിന്റെ സ്വഭാവത്തിൽ ഒരിക്കൽ പോലും ജീവിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് മരണത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ രാജ്യം ഒരിക്കൽ പോലും അവകാശമായി കിട്ടത്തില്ല. അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ലീഡ് ചെയ്യപ്പെടുന്ന വ്യക്തികളായിരിക്കും ജീവിക്കുന്ന വ്യക്തി ആയിരിക്കും, അല്ലെ? അപ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ലീഡ് ചെയ്യപ്പെടുന്ന, ഗവേൺ ചെയ്യപ്പെടുന്ന ഒരു മനസ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതവുമായിരിക്കും, അതിൽ ജീവനും ഉണ്ടായിരിക്കും, സമാധാനവും ഉണ്ടായിരിക്കും, അല്ലെ? അപ്പോൾ സമാധാനമില്ലാഴിക എന്നുള്ളത് മിക്കവാർക്കും ആൾക്കാർക്കൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യമല്ല. എനിക്ക് സമാധാനമില്ല, ഈ ലോകത്തുള്ള പലരും പറഞ്ഞു കേൾക്കുന്ന കാര്യമല്ല, സമാധാനമില്ല. അപ്പോൾ ഇതാണ് ഒരു കാരണം സമാധാനമില്ലാത്തതിന്റെ. എന്താന്ന് വെച്ചാൽ അവര് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ്. നമ്മളെ അതിനായിട്ടല്ല യേശുക്രിസ്തു വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിളിയല്ല നമുക്കുള്ളത്. അപ്പൊ അതനുസരിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തായിട്ട് നന്ദി പറയുന്ന നാഥാ, അങ്ങയുടെ വചനം വഴി ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട്, അങ്ങയുടെ കൃപയ്ക്കായിട്ട്, ഒരിക്കൽ പോലും പറ്റിപ്പോകാത്ത അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, ഞങ്ങളെ തേടിയെത്തിയ കൃപയ്ക്കായിട്ട്, ഞങ്ങൾ ഉപേക്ഷിച്ച് കളയത്തില്ലെന്നുള്ളതിനായിട്ട്, ഞങ്ങളെ അങ്ങനെ പോലെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനായിട്ട്, അങ്ങയുടെ സ്വഭാവത്തിലേക്ക്, അങ്ങയുടെ സ്വരൂപത്തിലേക്ക് ഞങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇന്നും ഞങ്ങളോട് സംസാരിക്കണമേ പിതാവേ. ഹോളി സ്പിരിറ്റ് ഗോഡ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിൻ നാമത്തിലെ പിതാവ് അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് റോമർക്കെതിരെ ലേഖനത്തിലേക്ക് പോകും. റോമറിന്റെ 8-ാമത്തെ ചാപ്റ്ററിന്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ ആദ്യം, പിന്നെ 12, 13, 1, 12, 13 കൂടെ. അപ്പൊ റോമന്റെ 8-ന്റെ 5 തൊട്ട് 8 വരെ ആദ്യവും പിന്നെ 12, 13 ഒന്ന് വായിക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ജഡസ്വഭാവമുള്ളവർ ജഡത്തിൽ നിന്നുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിൽ നിന്നുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ഇനി 12ഉം 13 കൂടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോ ദൈവം ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ജീവിക്കാനുള്ളവരാണ്, അല്ലെ? നമ്മൾ ഈ ലോകത്തിൽ റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, നമ്മൾ ഭരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മൾ മരിച്ചു പോകുന്നതിന് വേണ്ടിയല്ല. മരിച്ചു പോകുന്നതിന് വേണ്ടി ആയിരുന്നെങ്കിൽ, നമ്മൾ സ്വർഗത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം നമ്മൾക്ക് അവകാശമായിട്ട് തരാനായിരുന്നില്ല ദൈവത്തിന്റെ പ്ലാനെങ്കിൽ, ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വരത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടി മരിക്കുക, നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുക, യേശുക്രിസ്തു എന്ന പിതാവിന്റെ ബലഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ജീവനുണ്ട്, ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ ജീവിച്ചു ജീവിക്കാനുള്ളതാണ്. ഈ ലോകത്തുള്ള ജീവൻ തീർത്തിട്ട് നമ്മൾ ഒരു അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ, അല്ലേ? നമ്മൾ നമ്മുടെ ശരീരം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ ഒപ്പം ചേരുന്ന ദിവസം വരും. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നവർ ആയിരിക്കുക, അല്ലെ? അപ്പൊ നമ്മുടെ മരണത്തിന് മുമ്പ് യേശുക്രിസ്തു വരുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം അതിനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള ജീവിതം ജീവിക്കാൻ പോകരുത്. ജഡത്തിന്റെ സ്വഭാവവും ദൈവവുമായിട്ട് ഒരിക്കൽ പോലും ഹാൻഡ് ഇൻ ഹാൻഡ് കൂടി ഒരുമിച്ച് പോകത്തില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ചെയ്താലും അത് ദൈവത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്, പാപമാണത്, അല്ലെ? അപ്പോ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ 6-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം തന്നെ. അപ്പൊ ഇവിടെ ചിന്ത എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വെച്ചാൽ മൈൻഡ് എന്നുള്ള വാക്ക്. മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സ്, അല്ലെ? ജഡത്തിന്റെ സ്വഭാവത്താൽ ജീവിക്കപ്പെടുന്ന, ഗവേൺ ചെയ്യപ്പെടുക, അല്ല? നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ നാടിനെ ഭരിക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന, അല്ലെ, ഗവേൺ ചെയ്യുന്ന ഒരു നമ്മുടെ മനസ്സ്, അത് ജഡത്തിന്റെ സ്വഭാവമാണ് അതിനെ ഗവേൺ ചെയ്യുന്നെങ്കിൽ, ഭരിക്കുന്നതെങ്കിൽ, കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അത് മരണത്തിലേക്കുള്ളതാണ് എന്നും, ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണെങ്കിലും നമ്മുടെ മനസ്സ് അത് ജീവനാണെന്നും സമാധാനമാണെന്നും ആണ് ദൈവം എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ സമാധാനത്തിന്റെ ഉറവിടം
അവിടമാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളത് പെടുക എന്നുള്ളത് അല്ലെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് സമാധാനം വരുന്നത്. അപ്പൊ യേശു മരിക്കുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലത്തെ സമാധാനമില്ല എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ സമാധാനം ദൈവം തരുന്നു എന്ന് പറയുമ്പോ യേശു ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ ഇതാണല്ലോ, ഒരു മനസ്സ്, അത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനസ്സ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനസ്സുള്ളവര് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കൊലോസ്യർക്കെതിരെ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉയരത്തിലുള്ളതിനെ പറ്റി ചിന്തിക്കും, ഭൂമിയിലുള്ളതിനെ പോലെ ചിന്തിക്കാൻ പോകത്തില്ല. കാരണം ആത്മാവ് ദൈവമാണ്. ദൈവത്തിന് ലോകത്തുള്ള കച്ചറ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ സമയമില്ല അല്ലെ. അപ്പോ ആത്മാവിന് ചിന്തിക്കാൻ സമയം എപ്പോഴും ദൈവത്തെ പറ്റിയാണ്, ദൈവത്തിന്റെ കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ഹൃദയം അറിയാം ആത്മാവിന് അല്ലെ. ദൈവത്തിന്റെ ഹൃദയം, പിതാവിന്റെ ഹൃദയത്തെ, യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ പരിശോധിക്കുന്നവരാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ ആത്മാവ് നമ്മൾ ലീഡ് ചെയ്യുന്ന ആ ഡയറക്ഷനിലേക്കായിരിക്കും, ദൈവത്തിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും അല്ലെ. അല്ലാതെ നമ്മൾ ഒരിക്കൽ പോലും ലോകത്തിലേക്ക് നയിക്കത്തില്ല. അപ്പൊ ഒരു വ്യക്തി ലോകത്തിന്റെ കാര്യങ്ങളിൽ ഒരുപാട് എന്താ പറയാ വ്യാപൃതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിന്റെയും ആത്മസ്വഭാവമുള്ള ആത്മാവിനെയും പറ്റി ചിന്തിക്കുന്നു. അപ്പൊ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നവര് ആത്മാവിന്റെ സ്വഭാവമുള്ളവര് ആത്മാവിലുള്ള ചിന്തിക്കുന്നു. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്താ പറയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ നമ്മളെ എന്താ പറയാ യേശുവിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പൊ ഇവിടെ 12-13 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിലല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ ഇങ്ങനെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തനം മരിപ്പിക്കുന്നു എന്നും പിന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം അല്ലെ? എങ്ങനെയാണ് എനിക്ക് സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ജഡത്തിൽ സ്വഭാവം എനിക്ക് എങ്ങനെയാണ് കളയാൻ പറ്റുന്നത്? അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ചിലരെങ്കിലും ചിന്തിക്കുമല്ലോ. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഗലാത്യർക്ക് ലേഖനത്തിലേക്ക് 2-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 20-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് ക്രിസ്തുവിനൊപ്പം മരിക്കപ്പെട്ടവരാണ് അല്ലെ. അപ്പോ നമ്മള് ക്രിസ്തുവിനൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമ്മളല്ല ജീവിക്കുന്നത്, പക്ഷെ ആരാ ജീവിക്കുന്നത്? യേശു ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഗലാത്യർ 2:20 പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ എത്ര ജീവിക്കുന്നത്. അപ്പൊ ജഡത്തില് ജീവിക്കുന്ന ജീവിതം അത് പുത്രനിലുള്ള എന്താ പറയാ ദൈവപുത്രനിലുള്ള വിശ്വാസത്താലുള്ള ജീവിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പൊ വിശ്വാസത്തിലുള്ളവര് നമ്മള് ജീവിക്കുന്നത് റൈച്ചസ് ആയിട്ടുള്ള ജീവിതമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുക, ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ വസിക്കുന്നത് ആ വ്യക്തികളല്ല, പിന്നെ വസിക്കുന്ന പുതിയ ജീവിതമാണ്. ആ ജീവിതത്തിൽ വസിക്കുന്നത് യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തു എന്താണ് ചെയ്തത് ഈ ലോകത്തുണ്ടായിരുന്ന സമയത്ത്? യേശുക്രിസ്തു ചെയ്തതെല്ലാം പിതാവിന്റെ വാക്കുകളെ അതേപടി അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തത്. ഇപ്പൊ ക്രോസ് ഓഫ് കാൽവരിയിലാണെങ്കിൽ പോലും അവിടെ വെച്ച് എനിക്ക് ദാഹിക്കുന്നു എന്നും ഞാൻ എല്ലാം ഫിനിഷായി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഡൺ എന്ന് എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ എന്താ പറയണേ, ദൈവം അവിടെ യേശു അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ പറ്റി പിതാവ് തൻ്റെ പ്രോഫറ്റുമാർ, തൻ്റെ സെർവൻസുകളായ പ്രോഫറ്റുമാർ വഴി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു യേശു ക്രിസ്തു ചെയ്തത് അല്ലെ, നിവൃത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ജീവനോടെ മനുഷ്യനായിട്ട് ഈ ലോകത്തുണ്ടായിരുന്നു, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അതല്ല മനുഷ്യന്റെ രൂപത്തിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള കാര്യത്തെ പറ്റി പറഞ്ഞു. അന്ന് യേശുക്രിസ്തു ചെയ്തുകൊണ്ടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് പറയുന്ന അനുസരിക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ വചനം അപ്പടി അനുസരിക്കുക എന്നുള്ളത്.
ഇവിടെ 20-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുക, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക നമ്മൾ ഇനി ജീവിക്കുമെന്ന് ഞാനിലെ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും ഹോളി സ്പിരിറ്റ് ഗോഡല്ലേ ജീവിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ്. നമുക്കൊരു ആത്മാവുണ്ട്, എനിക്കൊരു ആത്മാവുണ്ട്, നിങ്ങൾക്കും ഒരു ആത്മാവുണ്ട്. അപ്പൊ എന്റെ ആത്മാവാണ് ഞാൻ എന്നുള്ള വ്യക്തി, എന്റെ ഐഡന്റിറ്റി അതാണ്, എന്റെ ആത്മാവാണ്. നിങ്ങളുടെ ആത്മാവാണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് വെക്കുമ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഐഡന്റിറ്റി, ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് സോളാണ്. പക്ഷെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലും ഇതാണ് പറയാനുള്ളത്. അപ്പൊ നമ്മളുടെ ആത്മാവ്, അല്ലെ, നമ്മുടെ ആത്മാവ് നമ്മൾ തന്നെയാകുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു തന്നെയാണ്, അല്ലെ? യേശുവിന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫോമാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്, അല്ലെ? അപ്പോൾ അവര് മൂന്നുപേരും ഒന്നാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ ഒന്നാണ്, അല്ലെ? അപ്പൊ ഫങ്ഷനിൽ ഡിഫറൻസ് ഉണ്ട് എന്നല്ലാതെ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള കാര്യം. പുത്രൻ ഈ ലോകത്തിലേക്ക് വരുക എന്നുള്ള, മനുഷ്യരൂപം പ്രാപിക്കുക എന്നുള്ളത് ആ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള കാര്യമാണ്, അല്ലെ? പുത്രൻ വന്നതിന് ശേഷം പുത്രൻ ലോകത്തേക്ക് ആത്മാവിനെ അയക്കുന്നു നമ്മൾക്ക് വേണ്ടി എന്നുള്ളത് അത് പദ്ധതി പ്രകാരമാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തും ഓരോ രീതിയിലാണ് ദൈവം തന്നെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരോട് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെ തന്നെ. അപ്പൊ അതനുസരിച്ചാണ് ആ ഒരു ഫങ്ഷണാലിറ്റിക്ക് നമ്മൾ ഡിഫറൻസ് നമുക്ക് തോന്നുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ എല്ലാം ദൈവത്തിന്റെ പദ്ധതികൾ തന്നെ, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ട്, യേശു ഉണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി യേശു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. അപ്പൊ യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ ഇന്നത്തെ ജീവൻ നമ്മളും ജീവിക്കുന്നത്, നമ്മളല്ല ജീവിക്കുന്നത്, യേശു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ യേശു ഒറ്റ കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ, പിതാവ് പറയുന്നത് മാത്രം ചെയ്യുക, പിതാവിന്റെ വചനം ചെയ്യുക, അല്ലെ? അപ്പൊ നമ്മളുടെ ഉള്ളിൽ യേശുവാണ് വസിക്കുന്നതെങ്കിൽ, അല്ലെ, നമ്മൾ വചനം ചെയ്യുന്ന വ്യക്തികളായിരിക്കും, വചനം അനുസരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ നമുക്കറിയാം ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ധർമ്മം എന്ന് പറയുന്നതും യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ യേശുക്രിസ്തു വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വചനം ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് ഒറ്റ കാര്യം ചെയ്യത്തുള്ളൂ, വചനം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡിനെ ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ഉദ്ദേശം തന്നെ യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ അടുപ്പിക്കുക എന്നുള്ളത്. അപ്പൊ വചനം ചെയ്യുമ്പോൾ അനുസരിച്ച് നമ്മൾ യേശുവിലേക്ക് അടുപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, എന്താ പറയാ, ആത്മീയമായിട്ട് മൈൻഡ്ഫുൾ ആയിരിക്കുന്ന വ്യക്തികൾ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ജഡത്തിന്റെ ആത്മാവിന്റെ ചിന്തയുള്ള വ്യക്തികൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന, വചനം അനുസരിച്ച് വേർഡ് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ വേർഡ് അനുസരിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഫാരിസയും ശാസ്ത്രിമാരും പരീക്ഷന്മാരും ശാസ്ത്രിമാരും ചെയ്തു ഇന്ന പോലത്തെ വചനം അനുസരിക്കുന്ന കാര്യത്തെ പറ്റിയല്ലേ പറയുന്നത്. ദൈവത്തിന്റെ ശക്തിയിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ ഗ്രേസിൽ നിന്നുകൊണ്ട്, അല്ലെ, മഹിമ കൃപയിൽ നിന്നുകൊണ്ട് വചനം എന്താ പറയുക ഫുൾഫിൽ ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ വചനം അനുസരിച്ച് ജീവിക്കുന്ന ജീവിതം, ദൈവത്തിന്റെ കൃപയില്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൃപയില് ജീവിക്കുന്ന ജീവിതം, അതിനെയാണ് പറയുന്നത് നമ്മള് ആത്മീയമായിട്ട്, അല്ലെ, ദൈവത്തിന്റെ എന്താ പറയാ ആത്മാവിന്റെ ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ ചിന്ത എന്ന് ഇവിടെ പറയുന്നെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പറയുമ്പോൾ ഒരു മൈൻഡ് അത് ഗവേൺഡ് ബൈ സ്പിരിറ്റ് എന്ന് പറയും, അല്ലെ? എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡിനെ നയിക്കപ്പെടുന്ന വ്യക്തികൾ, റൂൾ ചെയ്യപ്പെടുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ എന്താ പറയുക കൺട്രോൾ ചെയ്യപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർക്ക് അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ സമാധാനമുള്ളതായിരിക്കും, ജീവനും ഉള്ളതായിരിക്കും, അല്ലെ? അല്ലാത്ത ആൾക്കാർ ജീവനും ഉള്ള വ്യക്തികളല്ല, സമാധാനവും. ലോകത്തിന്റെ പ്രത്യേകത അതാണല്ലോ. ഇനി ലോകത്തിന്റെ കാര്യം തന്നെ എടുക്കേണ്ടത്, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട മിക്കവാറും ആൾക്കാർ പറയുന്ന കാര്യം സമാധാനമില്ല എന്നുള്ള കാര്യം. മിക്കവാറും ആൾക്കാരെന്നല്ല, ചില ആൾക്കാരൊക്കെ പറയുന്ന കാര്യം സമാധാനമില്ല എന്നുള്ള കാര്യം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സമാധാനമില്ലായിരിക്കും. പ്രത്യേകിച്ച് ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ജഡത്തിന്റെ
ദൈവത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡം ഓൾറെഡി ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നില്ല, ജഡത്തിന് ചെന്ന് ദൈവത്തോട് ശത്രുതയാണ്. അപ്പൊ ദൈവത്തിനോട് ശത്രുതയോടെ പെരുമാറും. നമ്മൾ പോലും അറിയണമെന്നില്ല. നമ്മൾ ഓരോ കാര്യം നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തിൽ അങ്ങ് ചെയ്തു കൂട്ടുമ്പോ നമ്മള് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന ആ സമയത്തിന്റെ ആ സമയത്തുണ്ടാകുന്ന ഒരു ദേഷ്യത്തിന് പുറത്ത് ദേഷ്യപ്പെടുന്നതായിരിക്കാം അല്ലെ. അസൂയ മറ്റുള്ളവരുടെ അസൂയ തോന്നുന്നു അല്ലെ. അങ്ങനെ ദേഷ്യപ്പെടുന്ന അസൂയ തോന്നുന്ന കുശുമ്പും കുന്നായ്മയും അങ്ങനെ എല്ലാം ഉണ്ട് നമ്മുടെ ഉള്ളില്. അപ്പൊ അങ്ങനെയാകുമ്പോ അത് ദൈവത്തിന് എതിരായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് പാപം ചെയ്യുന്നു പറഞ്ഞാൽ ഇതെല്ലാം പാപമാണല്ലോ. ഇതെല്ലാം ചെയ്ത് ദൈവത്തിനെതിരായിട്ടാണ്. അത് ദൈവത്തിനെതിരായിട്ട് നമ്മൾ ജീവിക്കുമ്പോ എവിടെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത് അല്ലെ. നമുക്ക് എവിടെയാണ് സമാധാനം ഉണ്ട്? നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് എൻ്റെ അയൽവക്കംകാരനോട് അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരോട് അല്ലെ, എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്താ പറയുക പ്രൊമോഷനായി, എനിക്കും പ്രൊമോഷൻ കിട്ടി. പക്ഷെ എൻ്റെ കൊളീഗിന് ഒരു ഇച്ചിരി മണി കൂടുതൽ കിട്ടുന്നു. അങ്ങനെ ഭയങ്കര അസൂയ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെ. ഭയങ്കര അസൂയ. അവനൊക്കെ എന്തെങ്കിലും കിട്ടിയല്ലോ, അതിനൊന്നും ഇല്ലേ. അങ്ങനെ അവന് കിട്ടാനുള്ള വലിയ അർഹതയൊന്നും ഉള്ളവരല്ല. പക്ഷെ എന്നാലും കിട്ടിയെന്നൊക്കെ നോക്കുമ്പോൾ ഒരു മനസ്സിൽ ഒരു വിഷമം, ഒരു കണ്ണിക്കടിയൊക്കെ നമ്മൾ വിചാരിക്കും അത് മറ്റുള്ളവരോട് തോന്നുന്ന ഒരു കാര്യമല്ലേ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവം പറയുന്നത് വെച്ചാല് അത് ദൈവത്തിനെതിരായിട്ടാണ് ഉള്ളതാണ് അല്ലെ. ദൈവത്തിനെതിരായിട്ടാണ്. കാരണം വെച്ചാല് ഗലാത്യർക്ക് ലേഖനത്തിൽ തന്നെ നമ്മൾ 5ലേക്ക് പോകുമ്പോൾ, 5ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ജഡത്തിന്റെ സ്വഭാവത്തിന്റെ കാര്യത്തെപ്പറ്റി ലിസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഈ ദേഷ്യവും വിദ്വേഷവും പിന്നെ അസൂയ അതൊക്കെ ജഡത്തിൻ്റെതാണ്. അതെല്ലാം ദൈവത്തിനെതിരായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മള് ആ ജഡത്തിലല്ല ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ എന്താ പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമില്ല. കാരണം ദൈവത്തിനെതിരായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ. ദൈവത്തിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്താലും പിശാചിനുള്ള എൻട്രി പോയിന്റ്, പിശാചിനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനമില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ജീവൻ ജീവിക്കുന്നത് അത് നമ്മള് എന്താ പറയാ അങ്ങനെയുള്ള ജീവിതം നമ്മളെ നയിക്കുന്നത് സ്വർഗത്തിലേക്കല്ല, സ്വർഗത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിന്റെ രാജ്യത്തിൽ നമുക്ക് അവകാശികളായിരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ദൈവം നമ്മളെ അതിനല്ല വിളിച്ചിരിക്കും. ഇനിയിപ്പോ ഇവിടെ ഈ 8ാമത്തെ ചാപ്റ്ററിന് റോമന്റെ 8ന് തന്നെ 13ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികൾ, ശരീരം ഇവിടെ എഴുതിക്കുന്ന ഫ്ലഷ്ലി നേച്ചർ, കാർണൽ നേച്ചർ അല്ലെ, ജഡത്തിന്റെ സ്വഭാവത്തെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ഇവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കും, നിങ്ങൾ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോ ദൈവം അത് ഒരിക്കൽ പോലും അടിക്ക് നിങ്ങളുടെ കാർണൽ നേച്ചറിനെ, നിങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തെ നിങ്ങൾ നശിപ്പിച്ചിട്ട് നിങ്ങൾ രണ്ടാമത്തെ ദിവസം എല്ലാം തികഞ്ഞവരായിരിക്കുന്നൊന്നും ദൈവം ഒരിക്കൽ പോലും പറയുന്നില്ല. കാരണം നമ്മള് അത് അങ്ങനെയല്ല അല്ലെ. അപ്പൊ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ അല്ലെ, ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളായിരിക്കും. ദൈവത്തിന്റെ വചനം, ഹോളി ഗോഡ് വചനം വഴി നമ്മളോട് പറയുന്നത് നമ്മൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ അല്ലെ. അപ്പൊ ഒരു കാര്യം കൂടെ പറയട്ടെ, കൊളോസ്യർക്കകത്ത് ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുക, നമ്മള് മൂന്നാമത്തെ ചാപ്റ്ററിന് 1ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക, 1-2 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഉയരത്തിലുള്ളത് നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമുക്ക് അറിയത്തില്ല. അത് എന്താണ് ചിന്തിക്കുന്നതിനെ പറ്റി നമുക്ക് അറിയത്തില്ല അല്ലെ. ഉയരത്തിലുള്ളതിനെ പറ്റി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിലുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കുക. സ്വർഗത്തിലുള്ള കാര്യത്തെ പറ്റി നമുക്ക് അറിയത്തില്ല അല്ലെ. എന്താ അവിടെ നടക്കുന്നുള്ള കാര്യത്തിൽ എന്താ അവിടുത്തെ കാര്യവും നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ വഴികളെ പറ്റി നമ്മൾ ചിന്തിക്കുക. ദൈവത്തിന്റെ വഴികൾ നമ്മൾക്ക് മനസ്സിലാകുക, അതനുസരിച്ച് ജീവിക്കുക എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലുള്ളതിനെ പറ്റി അല്ലെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വഴികളെ പറ്റി മനസ്സിലാക്കുക, ദൈവം ആരെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അപ്പൊ അതും മനസ്സിലാക്കാൻ വേണ്ടി ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കും, ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടക്കുന്ന വ്യക്തികളായിരിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ നമ്മളെ തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുവാണ്, ദൈവം ഞാൻ അങ്ങയെ റെസ്പെക്ട് ചെയ്യണം, അങ്ങയുടെ വാക്കുകൾ ഞാൻ റെസ്പെക്ട് ചെയ്യും, അങ്ങയുടെ വചനത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെ എന്ന് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ
ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയത്തില്ലാതെ നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? കൂടുതൽ കൂടുതൽ നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ ഒപ്പമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ പോലും അറിയാതെ പയ്യെ 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 നമ്മൾ ജഡത്തിന്റെ സ്വഭാവം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് പട്ടായെന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ നിർത്താൻ പറഞ്ഞ് നിർത്താൻ പറ്റുന്ന കാര്യമല്ലത്. അത് ഓരോ ദിവസവും നമ്മളുടെ ഈ സ്പിരിച്വൽ മസിലുകൾ നമ്മൾ എക്സസൈസ് ചെയ്ത്, അല്ലെ, നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയുക, ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ചെന്ന് ഒരു 50 കിലോന്റെ എന്താ വെയിറ്റ് എടുത്ത് പൊക്കാൻ പറഞ്ഞ് നടക്കുന്ന കാര്യമല്ലത്, അല്ലെ? അതേ കുറച്ച് ദിവസം അത് നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്താ പറയുക, അത് വെയിറ്റ് ഒക്കെ എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ പയ്യെ പയ്യെ ദൈവം പറയുന്ന ദൈവത്തിന്റെ വചനം അനുസരിച്ച് കേട്ട് പെരുമാറി 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 അത് വർക്ക് ചെയ്ത് നമ്മൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ നിന്നുകൊണ്ട് എന്താ പറയുക, ദൈവത്തിന്റെ കൃപയിൽ വളർന്നു ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കും. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തെ നശിപ്പിച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പയ്യെ പയ്യെ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ യേശുവിന് എന്താ പറയാ, യേശുവിനെ പോലെ മനസ്സും ഹൃദയമുള്ള വ്യക്തികളാക്കി നമ്മൾ യേശുവിന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറയുന്നത്. അല്ല ഒറ്റയടിക്ക് എല്ലാം കൂടെ നിർത്താൻ ശ്രമിക്കുക, അങ്ങനെയൊന്നുമല്ല. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാല് പറ്റാതെ വരുമ്പോ, അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരും, പിന്നെ സങ്കടമായി, പ്രശ്നമായി, കരച്ചിലായി, ബഹളമായി, ഡിസപ്പോയിന്റ്മെന്റ് ആയി, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള തോന്നലുണ്ടാകുന്നു. അപ്പൊ അതിനൊന്നും വഴി വെക്കാതെ നമ്മൾ ഓരോ ദിവസം ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോ ഹോളി സ്പിരിറ്റ് ഗോഡ്ലാൻഡ് നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: ജഡത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ഒരിക്കൽ പോലും ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് കയറാൻ സാധിക്കത്തില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ എത്രമാത്രം ചർച്ചിൽ പോയെന്ന് പറഞ്ഞാൽ, എത്രമാത്രം ബൈബിൾ വായിച്ചു, എത്രമാത്രം നമ്മള് ആരാധനയില് കൈകൊട്ടി പാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജഡത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമുക്കും എന്താ പറയുക, ദൈവത്തിനുമാണ് കൃത്യമായിട്ട് അറിയാവുന്നത്, അല്ല? ചിലരൊക്കെ ജഡത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒളിച്ചു വെച്ചൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യും. പക്ഷെ ഒത്തിരി നാളൊന്നും ഒളിച്ചു വെക്കാൻ സാധിക്കത്തില്ല, അത് വാസ്തവം. പക്ഷെ എന്നാലും കൃത്യമായിട്ട് കാര്യം അറിയാവുന്ന ദൈവത്തിന് തന്നെയാണ്, അല്ലെ? അപ്പൊ റിപ്പൻഡൻസ് ഉള്ള മനസ്സുമായിട്ട് ജഡത്തിന്റെ സ്വഭാവം എല്ലാം കളഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡ്ലാൻഡ് നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ഇനി ഒരു എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ സ്പിരിച്വൽ എന്താ പറയാ മസിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് ഉദാഹരണം പറയട്ടെ, അതിനുശേഷം നിർത്താം. അപ്പൊ ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കുക. ജോസഫിന്റെ കാര്യം ഒന്ന് എടുത്ത് നോക്കുക. ജോസഫിനെ പോത്തിഫറിന്റെ ഭാര്യ എല്ലാ ദിവസവും ഇങ്ങനെ എൻചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും ഇങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് എല്ലാ ദിവസവും നോന്ന് പറഞ്ഞ് പറയുന്തോറും ജോസഫ് ചെയ്യുന്ന ദൈവത്തിന്റെ വർക്ക, ദൈവത്തിന്റെ ഹിതവാ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ ഹിതമാണ് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക, ദൈവം ജോസഫിനെ അങ്ങ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെ? ഇച്ചിരി പോലും ഒന്ന് ചഞ്ചലപ്പെടാതിരിക്കാൻ വേണ്ടി ജോസഫിനെ അങ്ങ് ശക്തിപ്പെടുത്തുക ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം പെട്ടെന്ന് ഈ ലേഡി എന്താ പറയാ, ജോസഫിനെ അത്രയും വയലന്റ് ആയിട്ട് പ്രലോഭിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ജോസഫിന് അവരെ തരണം ചെയ്യാൻ, അവരെ ഓവർകം ചെയ്യാൻ ഈസി ആയിരുന്നു, അല്ലെ? ഓവർകം ചെയ്ത് അവരെ തള്ളി മാറ്റിയിട്ട് അവർക്ക് ഓടാനായിട്ട് എന്താ പറയുക, ജോസഫിനെ കൊണ്ട് സാധിക്കുമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും തന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്ന സ്ത്രീയോട് നോ പറഞ്ഞ് ജോസഫിന്റെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മള് ഓരോ പ്രാവശ്യം നമുക്കെതിരെ വരുന്ന പ്രലോഭനങ്ങൾ, നമുക്കെതിരെ വരുന്ന ചിന്തകള്, അല്ല, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ അത് നമ്മൾക്ക് നോന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിന്റെ കൃപയിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശക്തിയില്, പവറിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഈ ജഡത്തിന്റെ സ്വഭാവത്തെ നോന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, അതിന്റെ സ്വഭാവത്തെ, അല്ലെ, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ നശിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ നോക്കിയിട്ട് ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ സങ്കടമായി, പ്രശ്നമായി, ഡിസപ്പോയിന്റ്മെന്റ് ആയി അങ്ങനെ നടക്കുന്നത്. ഓരോ ദിവസം ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെയെല്ലാം മറികടക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരുവതായി.
തന്നെ ചെയ്യും. നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാം. കർത്താവ് സമയത്തിനാണ് നന്ദി പറയുന്നത് കർത്താവേ. ഞങ്ങളുടെ ജീവിതം കർത്താവെ അങ്ങ് കാത്തുകൊള്ളുന്നു കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ജഡത്തിലൂന്നിയ ജീവിതമാകാതിരിക്കട്ടെ കർത്താവ്. ജഡത്തിന്റെ സ്വഭാവമുള്ള വ്യക്തികളാകാതിരിക്കട്ടെ കർത്താവെ. അങ്ങയിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ സ്നേഹത്തിനായി ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നയിക്കുന്നതിനായിട്ട് നന്ദി പറഞ്ഞു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.